ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എവിടെ പോവാൻ? ഫോൺ വിളിച്ചിട്ട് നീ എന്തെടുക്കാത്ത? ബുദ്ധിമുട്ടില്ലായിപ്പോയി. 2 ദിവസം സമയം തരണം, തരാം. ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. എനിക്ക് കൊണ്ട് ബുദ്ധിമുട്ട്. ഫോൺ എടുത്ത് കാര്യം പറയാറുണ്ട്. ഞാൻ ഇത്തിരി വളരെ പ്രയാസത്തിലായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ തരാം. ഒരു മിനിറ്റ്. ഹലോ. ഞാൻ ഇത്തിരി തിരക്കിലാണ്. മോനെ നീ നിന്റെ പൈസ ഇന്ന് തന്നെ ഞാൻ തരാം. നീ അന്ന് പൈസ തന്ന വഴിയില്ലേ, അവിടെ നീ പെട്ടെന്ന് വാ. മാമ കാര്യം പറ, എനിക്ക് വരാനുള്ള സമയമില്ല. അത് പറഞ്ഞാൽ ശരിയാവില്ല. നീ വന്നാലേ ഒക്കുള്ളൂ. ശരി ശരി, ഞാൻ വരാം. നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. മാമ വിളിച്ച കാര്യം പറ, നീ പോയിട്ട് അത്യാവശ്യം. അവനെ യഥാർത്ഥത്തിൽ അന്ന് വാങ്ങിച്ച പൈസ എനിക്ക് വേണ്ടിയല്ല, വേറൊരാളിന് വേണ്ടിയാണ്. മാമ എന്തെന്ന് പറയുന്നു? അവനെ പൈസ വാങ്ങിച്ച ആളിപ്പം പൈസ തരില്ല. നിങ്ങൾ പറഞ്ഞ ആളായിരുന്നു. ഇയാളാണ്. നിങ്ങള് ഈ ഫാസ്റ്റ് പൈസ എല്ലാം കൊടുക്കും? ഇല്ല, ഞാൻ പൈസ ഒന്നും കൊടുക്കാനില്ല. ഉള്ള കാര്യം പറ. ഇല്ല, ഞാൻ പൈസ കൊടുക്കില്ല. വെറുതെ പറയുന്നത്. മോനെ ഇവന് ഞാൻ പൈസ കൊടുത്തതാണ്, ഇവൻ കള്ളം പറയാൻ വേണം. മാമ എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ പൈസ തന്ന മാനാണ്. എനിക്ക് ഫുള്ളായിട്ട് ഒരു ഡീലിംഗ് ഇല്ല. അത് ശരി. എന്റെ ഇല്ലായ്മയിൽ നിന്നുള്ളതാ ഞാൻ നിനക്ക് മറിച്ചത്. നീ എന്നിട്ട് നീ എന്നെ ചതിച്ചല്ലടാ. മാമ എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് പൈസ കൊടുക്കാം, അത്രേ ഉള്ളൂ. പോവല്ലേ? അല്ലെങ്കിൽ വേറൊന്നുമില്ല, ഞാനും മുതലാളിമാരായിട്ട് നിങ്ങളെ കടയിൽ ഒന്നിരിക്കും. ജയ, നീ പൈസ തരല്ലടാ. ഞാൻ നിങ്ങളെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ഇപ്പൊ നിവൃത്തിയില്ല, അതാണ് കാര്യം. പൈസ വാങ്ങിച്ചപ്പോഴത്തേക്ക് നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞു. അങ്ങനെ നിങ്ങളെ ഞാൻ പൈസ വാങ്ങിച്ചല്ലോ, തെളിവല്ലോ. പോയേ, നിങ്ങൾ പോയേ. മാമ എന്ന് പറഞ്ഞില്ലേ പൈസ കൊടുത്താൽ കാര്യം ഉള്ളതാണ്. ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മോൻ അത് വിശ്വസിച്ചില്ലല്ലോ. എല്ലാ കാര്യവും മോൻ്റെ അടുത്ത് ഞാൻ അന്ന് തുറന്ന് പറഞ്ഞതല്ലേ. ഇപ്പോൾ അത് ചോദിക്കാൻ കാര്യം? അത് സംഭവം വേറൊന്നുമില്ല. ഇന്നലെ നടന്നൊരു ആക്സിഡന്റിൽ പുള്ളി മരിച്ചുപോയി. മനുഷ്യന്റെ കാര്യം അത്രേ ഉള്ളൂ. മോനെ ആ പൈസ ഞാൻ തരാം. അത് കുഴപ്പമില്ല അമ്മ. ആ പൈസയുടെ കേസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇത് വന്നിട്ടില്ല ഇരിക്കട്ടെ. ശരി.